വെൽക്കം ടു മാത്സിയോൺ. മാത്സിയോണിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് PSC എക്സാമിന്റെ ഭാഗമായിട്ടുള്ള ഫ്രീ എക്സാം സീരീസിന്റെ തേർഡ് എക്സാമിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എം ഈസ് എ 7/5 മെട്രിക്സ് ഓഫ് റാങ്ക് 3 ആൻഡ് എൻ ഈസ് എ 5/7 മെട്രിക്സ് ഓഫ് റാങ്ക് 5, ദെൻ റാങ്ക് ഓഫ് എം എൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാ നോക്കൂ. എം എന്ന് പറയുന്നത് ഒരു 7/5 മെട്രിക്സ് ആണെന്നും റാങ്ക് ഓഫ് എം എന്ന് പറയുന്നത് 3 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ എൻ എന്ന് പറയുന്നത് ഒരു 5/7 മെട്രിക്സ് ആണ്. അതുപോലെ റാങ്ക് ഓഫ് എൻ എന്ന് പറയുന്നത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ രണ്ട് പ്രോപ്പർട്ടി ആണ് യൂസ് ചെയ്യുന്നത് റാങ്കിന്റെ. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ എം എന്നിന്റെ റാങ്ക് ആണ് ചോദിച്ചത് അല്ലെ. അപ്പൊ എം എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊരു 7/5, ഇതൊരു 5/7 ആണെങ്കിൽ എം എൻ എന്ന് പറയുന്നത് ഒരു 7/7 മെട്രിക്സ് ആയിരിക്കും അല്ലെ. ഒരു 7/7 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ അറിയേണ്ട രണ്ട് ഫാക്റ്റുകളുണ്ട്. ഒന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് സിൽവസ്റ്റേഴ്സ് ഇനീക്വാലിറ്റി ആണ്. ഓക്കെ, ഇനീക്വാലിറ്റി ആണ്. സിൽവസ്റ്റേഴ്സ് ഇനീക്വാലിറ്റി പറയുന്നത് റാങ്ക് ഓഫ് എം പ്ലസ് റാങ്ക് ഓഫ് എൻ മൈനസ് എൻ സ്മോൾ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എം ഇൻറ്റു എൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ സ്മോൾ എൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എം എന്ന് പറയുന്നത് ഒരു K/N മെട്രിക്സും എൻ എന്ന് പറയുന്നത് ഒരു N/P മെട്രിക്സും ആണെന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എമ്മിനെ എന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ അല്ലെ. ഇവിടെ രണ്ടിടത്തും ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ, അങ്ങനെ ഈക്വൽ ആയിട്ട് വരുന്ന, അതായത് ഫസ്റ്റ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസും അത് രണ്ടും ഈക്വൽ ആവണം അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ. അപ്പൊ ഈ ഒരു എന്നിനെയാണ്, ഈ ഒരു ഈക്വൽ ആയിട്ട് വരുന്ന ഈ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ സിൽവസ്റ്റേഴ്സ് ഇനീക്വാലിറ്റി പറയുന്നത് റാങ്ക് ഓഫ് എം പ്ലസ് റാങ്ക് ഓഫ് എൻ മൈനസ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എം ഇൻറ്റു എൻ ആണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇതുപോലെ തന്നെയാണ്. റാങ്ക് ഓഫ് എം എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എം കോമ റാങ്ക് ഓഫ് എൻ ആണ്. ഓക്കെ, അപ്പം റാങ്ക് ഓഫ് എം എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എം, റാങ്ക് ഓഫ് എൻ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ ഇതിൽ നിന്ന് നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടി നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള എന്താ? റാങ്ക് ഓഫ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, പ്ലസ് റാങ്ക് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്, മൈനസ് എൻ എന്താ? ഇവിടെ 7/5ഉം 5/7 ആണ്. ഈ 5 ആണല്ലേ ഇവിടെ ഒരേപോലെ വരുന്നത്. സോ -5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എം എന്ന് വരും. ഓക്കെ, റാങ്ക് ഓഫ് എം എൻ എന്ന് വരും. ഓക്കെ, സോ അതായത് നമുക്ക് എന്ത് കിട്ടി? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എം എൻ എന്ന് കിട്ടി. ഓക്കെ, ഒന്നാമത്തെ ഒരു ഇക്വേഷൻ ആയിട്ട്, ഒരു ഇനീക്വാലിറ്റി ആയിട്ട് നമുക്ക് കിട്ടി. ഇനി ഇത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാലോ. റാങ്ക് ഓഫ് എം എൻ എന്താണ്? റാങ്ക് ഓഫ് എം എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് റാങ്ക് ഓഫ് എം എന്താ? 3, റാങ്ക് ഓഫ് എൻ എന്താ? 5. ഓക്കെ, മിനിമം ഓഫ് 3,5 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? റാങ്ക് ഓഫ് എം എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിലെ മിനിമം ഏതാ? 3 അല്ലെ. 3 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് 1ഉം 2ഉം കൂടെ നമുക്ക് നോക്കിയാൽ എന്ത് കിട്ടും? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എം എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലെ. വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടി? റാങ്ക് ഓഫ് എം എൻ ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, സോ റാങ്ക് ഓഫ് എം എൻ എന്താണ്? ഈക്വൽ ടു 3. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 3x plus 4y plus z equal to 0, 2x plus 3y plus 2z equal to 0, x plus 2y plus 3z equal to 0. Then the dimension of the space of solution. Okay, അപ്പോ സ്പേസ് ഓഫ് സൊല്യൂഷന്റെ ഡയമെൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയുന്നത് ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് ഓഫ് എന്താണ്? ഹോമോജീനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് ഓഫ് ഹോമോജീനസ്. ഹോമോജീനസ് എന്ന് പറഞ്ഞാൽ എന്താ? ax plus by plus cz equal to 0 എന്നുള്ള ഫോമിൽ a1x plus a2y plus a3z equal to 0 എന്നുള്ള ഫോമിൽ വരുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് അല്ലെ. അവിടെ റൈറ്റ് സൈഡിൽ 0 ആയിട്ട് വരുന്ന രീതിയിലുള്ളതിനാണ് നമ്മൾ
ഹോമോജീനസ് ആയിട്ട് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോമോജീനസ് ഹോമോജീനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തായിരിക്കും? നമ്പർ ഓഫ് ഫ്രീ വേരിയബിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് റാങ്ക്. ഓക്കെ, അതായത് നമ്മൾ ഇതിനെ ഒരു മെട്രിക്സ് ആക്കി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ റാങ്ക് എന്ത് ചെയ്യുക? ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ വരിക അതായിരിക്കും സൊല്യൂഷൻ സ്പേസിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ മെട്രിക്സ് ഞാൻ ആദ്യം എഴുതുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ് വരിക? ഇതിനെ നമ്മൾ ഫസ്റ്റ് റോ ആക്കി എഴുതും അല്ലെ. ഇതിന്റെ കോയിഫിഷ്യന്റിനെ ഫസ്റ്റത്തെ ഇക്വേഷന്റെ കോയിഫിഷ്യന്റിനെ ഫസ്റ്റ് റോ ആക്കി എഴുതും. സോ 3 4 1 എന്ന് വരും. രണ്ടാമത്തേത് 2 3 2 ആണ് അല്ലെ. 2 3 2. മൂന്നാമത്തേത് 1 2 3 എന്ന് വരും. ഓക്കെ, ഇതാണ് മെട്രിക്സ് വരിക. ഓക്കെ, സോ ഞാൻ ഈ മെട്രിക്സിനെ റാങ്ക് കാണണം അല്ലെ. നമുക്ക് ഇവിടെ റാങ്ക് ആണല്ലോ കാണേണ്ടത്. സോ റാങ്ക് കാണാൻ വേണ്ടി ഞാൻ ഇതിനെ റെഡ്യൂസ് ചെയ്യാണ്. സോ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനെ ജസ്റ്റ് ആദ്യം എന്ത് ചെയ്യുന്നു? R1ഉം R3യും ഇന്റർചേഞ്ച് ചെയ്യുന്നു. അപ്പം എന്ത് വരും? 1 2 3 2 3 2 3 4 1. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഏതാണോ ഈസി ആയിട്ടുള്ള ഫോം ആ രീതിയിൽ ചെയ്യാം. ഇനി ഞാൻ ഇതിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാണ്. എന്താണ്? R2 gives R2 minus 2 R1ഉം അതുപോലെ R3 gives R3 minus 3 R1ഉം ചെയ്യുന്നു. ഓക്കെ, 3 R1ഉം ചെയ്യുന്നു. 3 R1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? R2 gives R2 minus 2 R1. അപ്പൊ R1 മാറ്റമൊന്നുമില്ല. 1 2 3. 2 മൈനസ് ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എന്ത് വരും? 2 minus 2 0. 3 minus 2 into 2 4. അപ്പൊ എന്ത് വരും? 3 minus 4 എന്ന് പറഞ്ഞാൽ -1. 2 minus 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 1 2 3 0 -1 -4. ഓക്കെ, ഇനി അടുത്തത് 3 minus 3 0 വരും. 4 minus 2 into 3 എത്രയാ വരിക? 4 minus 6 -2. പിന്നെ അടുത്ത് ഇവിടെ ഉള്ളത് എന്താണ്? 1 ആണ് അല്ലെ. 1 minus 9 അല്ലെ. 1 minus 9 എന്ത് കിട്ടും? -8 എന്ന് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതില് അടുത്ത ഒരു രണ്ടെണ്ണം ഞാൻ ചെയ്യുന്നു. എന്താണ്? R2 gives R2 by -1. ഓക്കെ, R2 gives R2 by -1 ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ -1 R2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 1 2 3 0 1 4 0 -2 -8 എന്ന് വരും. ഓക്കെ, ഇനി ഇത് തമ്മിൽ തന്നെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്ത് ചെയ്താൽ മതി? R3 gives R3 plus 2 R2 ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കൂ. 1 2 3 0 1 4 0 into 2 into 0 0 തന്നെ -2 into 2 -2 plus 2 into 1 -2 plus 2 0 -8 plus 4 into 2 എത്ര വരും? 0 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. സോ നമുക്ക് എന്ത് കിട്ടും? റാങ്ക് ഓഫ് എ ഈക്വൽ ടു എത്ര കിട്ടി? 2 ആണെന്ന് കിട്ടി അല്ലെ. റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഡയമെൻഷൻ എന്ന് പറയുന്നത്, ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസ് എന്ന് പറയുന്നത് എന്താണ് വരിക? നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയുണ്ട് ഇവിടെ? എക്സ് വൈ സെഡ് 3 അല്ലെ. 3 മൈനസ് റാങ്ക് ഓഫ് എ 2. സോ 3 minus 2 ഈക്വൽ ടു എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, സോ ഇത് ഇത്രയൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത്രയും ടൈമും കൺസ്യൂം ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല. നമുക്ക് പെട്ടെന്ന് ഇതിന്റെ റാങ്ക് കാണാൻ വേണ്ടി പറ്റും. ആ റാങ്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതിൽ നിന്ന് ഡയമെൻഷൻ ഓഫ് സൊല്യൂഷൻ സ്പേസും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സെറ്റ് ഓഫ് V3 ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്? അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എഴുതുക. അതിൽ ഏതൊക്കെയാണ് നോൺ സിംഗുലർ എന്ന് നോക്കിയാൽ മതി. നോൺ സിംഗുലർ ആയിട്ടുള്ള മെട്രിക്സ് ഒക്കെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് ചെക്ക് ചെയ്ത് പോവാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തത് എ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ വരിക? 1 2 1 -1 1 0 -4 -5 -3 അല്ലെ. -3. സോ ദിസ് ഇസ് ഈക്വൽ ടു ചെയ്താൽ എന്ത് വരും? 1 into 1 into -3 -3 -5 into 0 0. ഓക്കെ, -2 into -1 into -3 3 -4 into 0 0 plus 1 into -1 into -5 5
-1 into 4, അപ്പോൾ -4 എന്ന് പറഞ്ഞാൽ +4 എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ -3, ഇവിടെ -6, ഇവിടെ എന്ത് വരും? +9 എന്ന് വരും. ഓക്കെ, സോ -9 + 9 ഈക്വൽ ടു എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. സോ ഇത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും, സിംഗുലർ ആണ് അല്ലേ? അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ചെയ്ത് നോക്കാം. 1 0 0 1 1 1 1 2 3. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 1 into 3 3 minus 1 into 2. ഓക്കെ, ബാക്കിയൊക്കെ 0 ആണ്. സോ ഇതെന്ത് വരും? ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ കിട്ടുക. ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാത്തിൻ്റെയും ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് കിട്ടും. ഓക്കെ, ഡിറ്റർമിനന്റ് 0 ആണെന്ന് കിട്ടും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും, കാരണം 0 ഉണ്ട്. 0 ഉണ്ടെങ്കിൽ അതെന്തായാലും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവില്ല. ഓക്കെ, ബാക്കിയുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് T from R2 to R3 be a linear transformation defined by T of x, y equal to x plus y, x minus y, 2y. Okay, if 1, 1 and 1, 0 and 1, 1, 1, 1, 0, 1, 0, 1, 1 are ordered basis of R2 and R3 respectively, then the matrix representation of T with respect to the ordered basis ആണ് നമുക്ക് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കൊരു എന്ത് തന്നിട്ടുണ്ട്? ലീനിയർ ട്രാൻസ്ഫർമേഷൻ തന്നിട്ടുണ്ട്. എവിടെ നിന്നാണ്? R2വിൽ നിന്ന് R3യിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്. ഇനി R2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ബേസിസ് തന്നിട്ടുണ്ട്. അതാണ് ഓർഡേർഡ് ബേസിസ് തന്നിട്ടുണ്ട്. അതാണ് 1, 1, 1, 0. R3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കൊന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ടിക്ക് ഈ രണ്ട് ബേസിസിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ചെയ്യുക ടി ഓഫ് ഇതിലെ ഈ ബേസിസിലെ ഓരോ എലമെന്റും എടുക്കുക. അത് ടി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് എന്താ? ഏത് ഫോമിലേക്കായിരിക്കും മാറുക? ABC ഫോമിലേക്കായിരിക്കും മാറുക അല്ലെ? കാരണം ഇത് R2ലെ എലമെന്റ്, ഇത് R3യിലെ എലമെന്റും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ R2ലെ ഏത് എലമെന്റിനും നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ, ഇതിന്റെ രണ്ടിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അതാണ് ബേസിസ് അല്ലെ? ഇവിടെ വരുന്ന ഏതൊരു എലമെന്റിനും ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള ഒരു എലമെന്റിന്റെ ഇമേജ് എന്താണെന്ന് എടുക്കും. അതായത് ടി ഓഫ് 1, 1 എന്താണെന്ന് എടുക്കും. ഓക്കെ, ഇപ്പൊ ടി ഓഫ് 1, 1 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് പ്ലസ് വൈ. ഇതാണ് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ എക്സ് പ്ലസ് വൈ 1 + 1, എക്സ് മൈനസ് വൈ 1 - 1, 2y 2 × 1. ഓക്കെ, 2 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 0 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എവിടെയുള്ള എലമെന്റ് ആണ് നോക്കൂ? R3യിലുള്ള എലമെന്റ് ആണ്, ഇവിടെയുള്ള എലമെന്റ് ആണ് അല്ലെ? സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള എലമെന്റിനെ ഇവിടെയുള്ള R3യിലുള്ള എലമെന്റിനെ, ഇതാണ് R3യുടെ എലമെന്റ്സിന്റെ ബേസിസ് അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ വേണ്ടി പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അതെങ്ങനെയാ നോക്കൂ. അപ്പൊ ഞാൻ എങ്ങനെ എഴുതാണ്? A × 1, 1, 1 പ്ലസ് B × 1, 0, 1 പ്ലസ് C × 0, 0, 1 അല്ലെ? ഈക്വൽ ടു എന്തായിരിക്കും? 2 0 2 ആണ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് എടുത്തു കഴിഞ്ഞാൽ A പ്ലസ് B0 B പ്ലസ് 0 0 C എന്ന് കിട്ടും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ടേം ഇവിടെ A, ഇവിടെ പ്ലസ് B, ഇവിടെ ഒന്നുമില്ല. ഓക്കെ, സോ A പ്ലസ് B എന്നുള്ളതായിരിക്കും ഫസ്റ്റ് ടേം കിട്ടുക. രണ്ടാമത്തെ ഇവിടെ A, ഇവിടെ 0 ആണ്, ഇവിടെയും 0 ആണ്. സോ രണ്ടാമത്തെ ടേം A തന്നെ കിട്ടും. മൂന്നാമത്തെ ഏതാണ്? ഇവിടെ A പ്ലസ് ഇവിടെ B പ്ലസ് ഇവിടെയുണ്ട് C. ഓക്കെ, ഈക്വൽ ടു എന്ത് കിട്ടി? 2 0 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ടേം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? A = 0 കിട്ടും. ഓക്കെ, ഇനി ഒന്നാമത്തെ എന്താ? A പ്ലസ് B = 2 ആണ്. അങ്ങനെയാണെങ്കിൽ B = എന്തായിരിക്കും? 2 ആയിരിക്കും, കാരണം A = 0 ആണ്. അപ്പം എയും ബിയും കിട്ടിയ മൂന്നാമത്തെ എടുത്തു കഴിഞ്ഞാൽ A പ്ലസ് B പ്ലസ് C = 2 ആണ്. അപ്പം 0 പ്ലസ് 2 പ്ലസ് C = 2 എന്ന് കിട്ടിയാൽ നമുക്ക് C = എന്ത് കിട്ടും? 0 എന്ന് കിട്ടി. ഓക്കെ, സോ എന്ത് കിട്ടി നമുക്ക്? 0ഉം 2ഉം 0ഉം ആണ് എന്ത് കിട്ടുക? ഈ കോഎഫിഷ്യൻസ് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ കോഎഫിഷ്യൻസ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ മെട്രിക്സ് ഏതാണോ ടി എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം ആയിരിക്കും എന്ത് വരിക? ഈ കോഎഫിഷ്യൻസ് എന്ന് വരിക. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് കോഎഫിഷ്യൻസ് വരിക? 0 2 0. ഓക്കെ, 0 2 0 ആണ് വരിക. ഇവിടുന്ന് തന്നെ നോക്കുക. 0 2 0 വരുന്നത് ഇത് 0 2 1 ആണ്, ഇതല്ല. 1 - 1 2 ആണ്, ഇതല്ല.
2 മൈനസ് 2 0 ഇതല്ല. അപ്പൊ ഏതാണ് 0 2 0 ഇതായിരിക്കും ഓപ്ഷൻ കറക്റ്റ് വരിക. ഓക്കെ, സോ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാം, ടി ഓഫ് 1,0 ആണ് അല്ലെ. സോ ടി ഓഫ് 1,0 നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, എക്സ് പ്ലസ് വൈ 1 പ്ലസ് 0 1, പിന്നെ എന്താണ് എക്സ് മൈനസ് വൈ 1 മൈനസ് 0 1, പിന്നെ 2y 2 ഇൻറ്റു 0 0 എന്ന് കിട്ടും. ഓക്കെ, സോ 1 1 0 എന്നുള്ള ഫോമിലാണ് വരിക. അതിന് നമുക്ക് ഇതിന്റെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആയിട്ട് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണം. ഓക്കെ, സോ അപ്പൊ എ ഇൻറ്റു 1 1 1 പ്ലസ് ബി ഇൻറ്റു 1 0 1 പ്ലസ് സി ഇൻറ്റു 0 0 1 എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അത് നിങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടും, 1 ഇൻറ്റു 1 1 1 പ്ലസ് 0 ഇൻറ്റു 1 0 1 പ്ലസ് മൈനസ് 1 ഇൻറ്റു 0 0 1. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കൂ, ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 0, അപ്പൊ ഫസ്റ്റ് ടേം 1 അത് ശരി. രണ്ടാമത്തെ ഇവിടെ 1 ഇവിടെ 0 ഇവിടെ 0, രണ്ടാമത്തെ ടേം 1 ശരിയായി. മൂന്നാമത്തെ ടേം ഇവിടെ 1 ഇവിടെ 0 ഇവിടെ മൈനസ് 1 1 മൈനസ് 1 0 ഇത് ശരി. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, 1 ഇൻറ്റു 1 1 1 പ്ലസ് 0 ഇൻറ്റു 1 0 1 മൈനസ് 1 ഇൻറ്റു 0 0 1 കിട്ടും. ഓക്കെ, സോ അപ്പൊ രണ്ടാമത്തെ കോളം ഏതാ വരിക, 1 0 മൈനസ് 1 വരും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇൻ എ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 35 ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 35 എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്കൊരു റാൻഡം ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നിട്ട് അതിന്റെ ഓർഡർ തന്നു, അതിന്റെ ഒരു എലമെന്റിന്റെ ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ ഗ്രൂപ്പിന്റെ ഓർഡറിന്റെ പ്രത്യേകത എന്താ നോക്കുക. ഓക്കെ, അപ്പൊ 35 എന്നുള്ളതിനെ ഗ്രൂപ്പിന്റെ ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് 35 ആണെങ്കിൽ 35 നമുക്ക് എങ്ങനെ എഴുതാം, 5 ഇൻറ്റു 7 എന്നുള്ള ഫോമിൽ എഴുതാം അല്ലെ, 5 ഇൻറ്റു 7 എന്നുള്ള ഫോമിൽ എഴുതാം. ഈ 5ഉം 7ഉം എന്താണ്, പ്രൈം നമ്പേഴ്സ് ആണ്. സോ നമുക്ക് ഇത് ഏത് ഫോമിലാണുള്ളത്, പി ക്യൂ ഫോമിലാണുള്ളത്. പി കോമ ക്യൂ അല്ല, പി ഇൻറ്റു ക്യൂ എന്നുള്ള ഫോമിലാണുള്ളത്. ആൻഡ് ഓൾസോ എന്തുണ്ട്, 5 ഡസ് നോട്ട് ഡിവൈഡ് 6 7 മൈനസ് 1 അല്ലെ, 5 6നെ ഡിവൈഡ് ചെയ്യില്ല, അതായത് പി ഡസ് നോട്ട് ക്യൂ മൈനസ് 1. അപ്പൊ ഒരു ഗ്രൂപ്പ് പി ക്യൂ ഓർഡർ ഉള്ളതും പി ഡസ് നോട്ട് ഡിവൈഡ്സ് ക്യൂ മൈനസ് 1 ആണെങ്കിൽ ആ ഗ്രൂപ്പ് എന്തായിരിക്കും, സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. സോ ജി എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് കിട്ടി. ഓക്കെ, അതുപോലെ ഇനി നമുക്ക് എന്താ, എലമെന്റ് ഓഫ് ഓർഡർ 35 ആണല്ലേ വേണ്ടത്. അപ്പൊ 35 ഒരു എലമെന്റിന്റെ ഓർഡർ ആവണമെങ്കിൽ അത് ഗ്രൂപ്പിന്റെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യണം. ചെയ്യോ, 35 എന്തിനെ ഡിവൈഡ് ചെയ്യും, 35 ഡിവൈഡ്സ് 35 ആണ്. സോ അങ്ങനെയുള്ള എലമെന്റ് ഉണ്ടാകും. ഇനി എത്ര എലമെന്റ്സ് ഉണ്ടാവും എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഓർഡർ 35 ഇൻ എ സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതെന്തായിരിക്കും മാറും, 5 ഓഫ് 35 ചെയ്താൽ മതി. അതായത് 5 ഓഫ് 5 ഇൻറ്റു 7 ചെയ്താൽ മതി. അത് നമുക്ക് 5 ഓഫ് 5 ഇൻറ്റു 5 ഓഫ് 7 എഴുതാം, കാരണം 5ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 5 ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈം ആണെങ്കിൽ 5 ഓഫ് പി ഈക്വൽ ടു പി മൈനസ് 1, സോ 4. 5 ഓഫ് 7 എന്ന് പറയുന്നത് 6, 4 ഇൻറ്റു 6 24 എന്ന് കിട്ടും. ഓക്കെ, സോ 24 എലമെന്റ്സ് 35 ഓർഡർ ഉള്ളത് ഉണ്ടാകും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let a 6 be the permutation group on 6 symbols 1 2 3 4 5 6. Which of the following is not an even permutation ആണ് ചോദ്യം. ഓക്കെ, ഈവൺ പെർമുട്ടേഷൻ അല്ലാത്തത് ഏതാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ സൈക്കിൾ ഫോമിൽ വന്നാൽ അതിന്റെ ഈവൺ ആണോ ഓഡ് ആണോ പെർമുട്ടേഷൻ നോക്കാൻ നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ട്രാൻസ്പൊസിഷന്റെ പ്രൊഡക്റ്റ് ആക്കി എഴുതാം. ഏത് സൈക്കിൾ ഫോമിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്പൊസിഷൻ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻ നോക്കുക. നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻ ഈവൺ ആണെങ്കിൽ അത് ഈവൺ പെർമുട്ടേഷനും, അതുപോലെ നമ്പർ ഓഫ് ട്രാൻസ്പൊസിഷൻ ഓഡ് ആണെങ്കിൽ അത് ഓഡ് പെർമുട്ടേഷനും ആവും. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി, 1 2 1 3 5 6 2 നമുക്ക് എങ്ങനെ എഴുതാം, 1 2 ഇൻറ്റു 1 6 ഇൻറ്റു 1 5 ഇൻറ്റു 1 3 എന്നുള്ള രീതിയിൽ ട്രാൻസ്പൊസിഷൻ ആക്കി എഴുതാം. ഓക്കെ, അപ്പൊ എത്രയുണ്ട്, 4 ട്രാൻസ്പൊസിഷൻ ഉണ്ട്. സോ എന്തായിരിക്കും, ഈവൺ ആയിരിക്കും. ഓക്കെ, ഈവൺ പെർമുട്ടേഷൻ ആയിരിക്കും അല്ലെ, ഈവൺ പെർമുട്ടേഷൻ ആണ് കിട്ടി. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇത് രണ്ടും ഓൾറെഡി ട്രാൻസ്പൊസിഷൻ ആണ്, ഇതിനെ മാത്രം മാറ്റിയാൽ മതി. 1 3 ഇൻറ്റു 1 2 ഇൻറ്റു 4 5 ഇൻറ്റു 4 6 എന്നാവും. ഇവിടെയും എന്താണുള്ളത്,
4 6 എന്നാവും. ഇവിടെ എന്താണുള്ളത് 1 2 3 4 ട്രാൻസ്പോസിഷൻ ആണ്. സോ ഇതും ഈവൺ ആയിരിക്കും അല്ലെ. ഇനി ഇതിന് നമുക്ക് 21 ഇൻറ്റു 25 ഇൻറ്റു 24 ഇൻറ്റു 23 ഇൻറ്റു 26 എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. 26 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 ഉണ്ട്. സോ ഇതെന്തായിരിക്കും? ഓഡ് പെർമുട്ടേഷൻ ആയിരിക്കും. സോ നോട്ട് എൻ ഈവൻ പെർമുട്ടേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് വരിക. ഇവിടെ ഡയറക്റ്റ് 1 2 3 4 ആണുള്ളത്. സോ ഇതും എന്തായിരിക്കും? ഈവൻ പെർമുട്ടേഷൻ ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ ആൻസർ സി ആണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ റിമൈൻഡർ ഒബ്റ്റൈൻഡ് വെൻ 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1000 ഫാക്ടോറിയൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1000 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 കിട്ടണം അല്ലെ. അപ്പൊ നമുക്ക് അതിനെ കോൺഗ്രുവന്റ് ടു എക്സ് മോഡ് 5 ആണെന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, സോ ഇനി ഇവിടെ നോക്കുക. ഇവിടെ ഈ 5 ഫാക്ടോറിയൽ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു 1000 ഫാക്ടോറിയലിന്റെ പ്രത്യേകത എന്താ? ഇതിലൊക്കെ എന്തുണ്ട്? 5കളുണ്ട്. 5 ഫാക്ടോറിയൽ ഉണ്ടല്ലോ. അപ്പൊ ഇതിലൊക്കെ വേണമെങ്കിൽ എനിക്ക് 5 ഫാക്ടോറിയൽ പുറത്തെടുക്കാം. ബാക്കി എന്ത് വരും? ഇവിടെ 1 വരും, ഇവിടെ എന്ത് വരും? 6 വരും, പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഡിവൈഡ്സ്. ഓക്കെ, അല്ലെങ്കിൽ 5 ഡിവൈഡ്സ് ഈ ടേം അല്ലെ. 5 ഫാക്ടോറിയൽ ഇൻറ്റു 1 പ്ലസ് 6 പ്ലസ് എക്സെട്ര എന്നുള്ള ഈ ഒരു ടേമിനെ, അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ പ്ലസ് 5 ഡിവൈഡ്സ് 5 ഫാക്ടോറിയൽ പ്ലസ് 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1000 ഫാക്ടോറിയൽ, ഇത്രയും ടേമിലൊക്കെ 5 ഉണ്ടാവും. സോ ഇത് 5നെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇത്രയും ടേം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 5 ഫാക്ടോറിയൽ മുതലുള്ളത് അതിന്റെ ഇത് കോൺഗ്രുവന്റ് ടു എന്ത് ആണ് കിട്ടും? 0 മോഡ് 5 ആണെന്ന് കിട്ടും അല്ലെ. കാരണം ഇത് 5 ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ ബാക്കി എത്രയാ വരിക? ബാക്കി വരിക 1 ഫാക്ടോറിയൽ പ്ലസ് 1 ഫാക്ടോറിയൽ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് 3 ഫാക്ടോറിയൽ പ്ലസ് 4 ഫാക്ടോറിയൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 പ്ലസ് 2 പ്ലസ് 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 6, 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 4 24. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 33 എന്ന് കിട്ടും. 33 എത്രയാ? കോൺഗ്രുവന്റ് ടു 3 മോഡ് 5 ആയിരിക്കും അല്ലെ. 3 മോഡ് 5 ആയിരിക്കും. സോ റിമൈൻഡർ എത്ര ആയിരിക്കും വരിക? 3 ആയിരിക്കും വരിക. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ നമ്പർ ഓഫ് ഇന്റിജേഴ്സ് ലെസ് ദാൻ 200 ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു ഇറ്റ്. ഓക്കെ, ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n എന്ന് പറയുന്നത് എന്താണ്? ഫോർ എൻ ഇന്റിജർ ദാറ്റ് ഈസ് ഫൈ ഓഫ് n. ഓയിലർ ടോർഷൻ ഫംഗ്ഷൻ ആണ്. സോ ഫൈ ഓഫ് 200 ആണ് നമുക്ക് ഇവിടെ കാണേണ്ടത്. ഫൈ ഓഫ് 200 നമുക്ക് എങ്ങനെ എഴുതാം? 200 നമുക്ക് 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 100, വീണ്ടും 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 50, 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 25, പിന്നെ 5 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 അല്ലെ. സോ ഇതിനെ നമുക്ക് 5 ഓഫ് 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ എന്ന് എഴുതാം. സോ നമുക്കിതിനെ 5 ഓഫ് 2 ക്യൂബ് ഇൻറ്റു 5 ഓഫ് 5 സ്ക്വയർ എന്ന് എഴുതാം. 5 ഓഫ് p റേസ് ടു 3, 5 ഓഫ് 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ എന്താ? 2 റേസ് ടു p മൈനസ് 1 ആണ്. സോ 2 സ്ക്വയർ ഇൻറ്റു 5 ഓഫ് p റേസ് ടു n എന്നുള്ള ഫോമിലാണെങ്കിൽ, അല്ലെങ്കിൽ p റേസ് ടു n എന്നുള്ള ഫോമിലാണെങ്കിൽ എന്തായിരിക്കും അത് വരിക? p റേസ് ടു n മൈനസ് p റേസ് ടു n മൈനസ് 1 ആണ്. സോ 5 സ്ക്വയർ മൈനസ് 5 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് 4 ഇൻറ്റു 20 ഈക്വൽ ടു എന്ത് കിട്ടും? 80 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദ്യം. അപ്പൊ ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? dy ബൈ ഡി എക്സ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് എന്നുള്ള ഫോമിലായിരിക്കും വരിക അല്ലെ. അല്ലെങ്കിൽ ഇതിൽ തിരിച്ച് ഇപ്പൊ എക്സ് ആണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ എങ്കിൽ ഡി എക്സ് ബൈ ഡി വൈ പ്ലസ് പി ഓഫ് വൈ ഇൻറ്റു എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് വൈ എന്നുള്ള ഫോമിലും വരാം. ഓക്കെ, ഏതാണോ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നുള്ളതിനനുസരിച്ച് അത് വരിക. ഓക്കെ, സോ ഇനി ഓപ്ഷൻസ് നോക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്നാണ് അല്ലെ. ഇതെന്ത് ഫോമിലാണോ? ഈ ഫോമിലല്ല അല്ലെ. കാരണം ഇത് പി ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നുള്ള മാത്രമേ വൈ വരാൻ പാടുള്ളൂ. ഇത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ് വരുന്നത്. സോ എന്തല്ല? ഈസ് നോൺ ലീനിയർ ആണ്. ഓക്കെ, നോൺ ലീനിയർ ആണ്, ലീനിയർ അല്ല. ബി എന്താണ്? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു
എക്സ് ബൈ വൈ എന്നുള്ള ഫോമില വരും അല്ലെ. എക്സ് ബൈ വൈ എന്നുള്ള ഫോമിലാണ് വരിക. അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 1/y എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണ്. ഈ ഒരു ഫോമിലല്ല വരിക. സോ ഇതും എന്തായിരിക്കും, നോൺ ലീനിയർ ആയിരിക്കും. ഓക്കെ, നോൺ ലീനിയർ ആയിരിക്കും. ഇനി മൂന്നാമത്തെ എന്താ, ഡി വൈ ബൈ ഡി എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡിഗ്രി എന്തായിരിക്കും, 2 ആയിരിക്കും. ഓക്കെ, ഡിഗ്രി 2 ആയിരിക്കും. സോ എന്ത് വരില്ല, അത് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. ഓക്കെ, അപ്പൊ എ അല്ല, ബി അല്ല, സി അല്ല, പിന്നെ ഏതാ വരിക, ഡി ആണ്. കാരണം എന്താ, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇ പവർ എക്സ് എന്നുള്ള ഫോമിലാണ് വന്നല്ലേ. അപ്പൊ ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 0യും ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ പവർ എക്സോ ആക്കി എടുത്താൽ ഇത് ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടും. സോ ഇത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. ഓക്കെ, സോ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള സെഷനിൽ നമ്മൾ 9 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് ലീനിയർ ഓൾജിബ്ര, അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് ഓൾജിബ്ര, നമ്പർ തിയറി, അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്രയും ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എക്സാമിന്റെ ബാക്കി സൊല്യൂഷൻസ് നമുക്ക് മറ്റ് വീഡിയോസിലായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.